ഹലോ ഗൈസ്, അപ്പോൾ എല്ലാ മച്ചവർക്കും നമ്മുടെ ലോഡ് ഗെയിം മച്ചനെ പറ്റിയുള്ള സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് കാർ സെയിലർ സിമുലേറ്റർ ഡീലർഷിപ്പായിട്ട്. നമ്മൾ ഈ ഗെയിം ചെയ്തിട്ട് ഏതാണ്ട് ലാസ്റ്റ് ഇയറിലാണ് നമ്മൾ ഈ ഒരു ഗെയിമിൻ്റെ ഗെയിം പ്ലേ ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് വേറെ കുറച്ച് ഗെയിമുകളൊക്കെയാണ് നമ്മൾ ഗെയിമിങ് ചെയ്തിരുന്നത്. നമ്മുടെ ഇന്ത്യൻ ബൈക്കിൻ്റെ ന്യൂ അപ്ഡേറ്റുകളൊക്കെ വന്നപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഗെയിമിങ് ആൾറെഡിയായിരുന്നു. ഞാൻ ഈ ഗെയിം ഉള്ളതായിട്ട് ഞാൻ മറന്നുപോയി പിന്നെ, കാരണം അതിൻ്റെ ഇടയ്ക്ക് കുറേ ഗെയിമിങ്ങുകളൊക്കെ ചെയ്തു. അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഈ കാർ സെയിലറുള്ള ഈ ഒരു ഗെയിമിൻ്റെ കാര്യം പിന്നെ ഞാൻ കുറച്ച് മുമ്പാണ് ഓർത്തത്. ആൻഡ് ഇപ്പോൾ എൻ്റെ അടുത്തുള്ള BMW ആണ്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, സാൻഡ് നമുക്ക് ഒരു ഗിഫ്റ്റ് തന്നിരുന്നു, ഒരു കാറ്. അതിൻ്റെ പേരൊക്കെ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം, ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് ഇവിടെ തന്നെയാണ് നമ്മുടെ ഓഫീസ് അവിടെ തന്നെ. ഓക്കെ, ഇതാണ് നമ്മുടെ വണ്ടി ഇടിച്ചില്ല. വണ്ടിക്ക് ഡാമേജ് ഉണ്ട്, വണ്ടിക്കെല്ലാം ഡാമേജ് ഉണ്ടല്ലോ. നമ്മുടെ BMW ഡാമേജ് ഉണ്ട് കേട്ടോ. അതൊന്ന് ശരിയാക്കണം. നമുക്കൊരു ശരിയാക്കാൻ കൊണ്ടുപോകാം. അത് ഓഫീസൊക്കെ ഡേർട്ടി ആയി കിടക്കുന്നുണ്ട്. എന്തായാലും അത് വണ്ടി നല്ല ഡാമേജ് ഉണ്ട്, ഞാൻ കൊണ്ടുപോകണം എന്തായാലും. ഓക്കെ, നമുക്കിനി ആ വണ്ടി ഒന്ന് ശരിയാക്കാം. അയ്യോ, പണി പാളിയല്ലോ. എൻ്റെ അടുത്ത് $16 എനിക്ക് വണ്ടി ശരിയാക്കാൻ പറ്റില്ല. നമുക്ക് ഈ വണ്ടി ഇങ്ങനെ തന്നെ വിൽക്കേണ്ടി വരും, വേറെ ഒരു വഴിയുമില്ല. ഓക്കെ, റിവേഴ്സ് പോട്ടെ. നോക്കി വണ്ടി ഇവിടെ കാരണം നിർത്തിയൊക്കെ തൽക്കാലത്തേക്ക്. ഇപ്പം തന്നെ നല്ല ഡാമേജ് ഉണ്ട്, കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പം തന്നെ നല്ല ഡാമേജ് ഉണ്ട്, ഇനി എവിടെയും തട്ടാൻ പാടില്ല. ഓക്കെ നമുക്ക് ഇപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. വണ്ടി ഓഫാക്കിയില്ല ഞാൻ, ഇപ്പോൾ ഓഫായി. ഓക്കെ, അയ്യോ വണ്ടി വീണ്ടും ഡാമേജ് ആയി. ഓക്കെ, ഇവിടെ ഓഫീസ് ഡേർട്ടിയാണ്. നമുക്ക് ഈ ട്രാഷൊക്കെ എടുത്തിട്ട് ആദ്യം ഒന്ന് കളയാം. ഓക്കെ, അയ്യോ ഇതെന്താ, ഞാൻ അറിയാതെ കാറിലാണ് നിൽക്കുക. ഓക്കെ, ഇത്ര. ഓക്കെ, ഇനി വേസ്റ്റുകളൊക്കെ കുറവാണുള്ളത്. ഈ ഒരു കുപ്പി ആരാണെന്നാലും ഇവിടെ ഇങ്ങനെ ഈ വേസ്റ്റ് ഇട്ട് പോണത് അതാക്കി മനസ്സിലാച്ചത്. നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ തന്നെയുള്ള വേസ്റ്റ് ഇട്ടുണ്ട്. ഇന്ന് ഇവർക്ക് തന്നെ കൊണ്ട് ട്രാഷിലിട്ടൂടെ. ഞാനതിനെ ഇതാവുന്നില്ല, കാരണം ഇതിന്ന് സ്കിൽ പോയിൻ്റ് ഇട്ടുണ്ട്. നമുക്ക് എന്താ സ്കിൽ പോയിൻ്റ് ഇട്ടുണ്ട്. അങ്ങനെ നമുക്ക് വേറൊരു സ്കില്ല് കിട്ടിയിരുന്നു. നമുക്ക് ഇതാ കഴുകാനായിട്ട് എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ, ഇതെന്താ കാർമിക്കാണല്ലോ, ഞാൻ അറിയാതെ നിൽക്കണേ. ഓക്കെ, ഞാൻ എങ്ങനെയാണ് ക്ലീൻ ആക്കണം, എങ്ങനെയായിരുന്നു? ഓക്കെ, ഇത്രയും പൊടിയാണ് ഇതിൻ്റെ അകത്ത്. നല്ല പൊടി. ഇതെന്താ ക്ലീൻ ആവാത്തത്? ഓക്കെ, ക്ലീൻ ആവുന്നുണ്ട്. ഇത് വേഗം ആവുക. ഇതൊക്കെ ചെയ്യാൻ നമുക്കൊരു എംപ്ലോയിനെ വേണമായിരുന്നു. ഇതിലങ്ങനെ പറ്റുമോ അറിയില്ല. ഓക്കെ, ചിലപ്പോൾ ഇത് ഇങ്ങനെ കഴുകുമ്പോൾ കുറേ നേരം എടുക്കും. ഓക്കെ, ഇതിന് കുറേ നേരം ഇത് കാണേണ്ടി വരും. നമ്മൾ ഈ വണ്ടി സെയിലിന് വെച്ചിരിക്കുകയാണ്. നമുക്ക് കാണിച്ചു തരാം ഞാൻ. നമ്മളിത് എത്ര $1 സെയിലിന് ഇട്ടിക്കുന്നത്? ഓക്കെ, സെയിലല്ലേ. ഓക്കെ, BMW എത്ര $1 നമ്മൾ വാങ്ങിച്ചത്? ഒരു 9,000 നമ്മൾ വാങ്ങിച്ചത്. സോ നമുക്കിത് ഒരു 15,000 കിടക്കട്ടെ. നമുക്ക് ലാഭമാണ് ഇത്, നമുക്ക് ലാഭം തന്നെയല്ലേ, നമ്മൾ ലാഭമാണ് നോക്കുന്നത്. ഓക്കെ, ഇത് സെയിലാണല്ലോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് കിട്ടിയൊരു വണ്ടി. എൻ്റെ ആ വണ്ടിയുടെ പേര് ഞാൻ കറക്റ്റാണെന്നാണ് തൽക്കാലത്തേക്ക് എഴുതിയിട്ടുള്ളത്. ഏതാ വണ്ടി എനിക്ക് അറിയില്ല. എൻ്റെ ഇത് നമ്മൾ $0 വാങ്ങിച്ചൊരു 35,000 കിടക്കട്ടെ. അതിന് കയ്യുടെ ഡാമേജ് ഒന്നുമില്ല. ഇനി ഈ വണ്ടിയിൽ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഈ 2 വണ്ടി ഇപ്പോൾ സെയിലാണ്. ഇതിനകത്ത് ഇങ്ങനെ കുറേ ഡേർട്ടി ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ. ഓക്കെ ഗൈസ്, നമുക്കൊരു സ്കിൽ പോയിൻ്റ് കിട്ടിയെന്നാട്ടോ പറയണത്. ഓക്കെ, സ്കിൽ പോയിൻ്റ് ഒന്നും കിട്ടി. ഞാൻ എന്താണ്? ഓക്കെ, നമുക്കിപ്പോൾ അൺലോക്ക് ചെയ്യാൻ പറ്റണേ ഇതെന്താണ്? You can see the damaged car parts and helper details. It also allows you make expertise. Then where you can clean your vehicle using a sponge. പിന്നെ എന്താ, clean with a sponge is now faster. ഓക്കെ, നമുക്ക് ഫാസ്റ്റ് ആയിട്ട് കഴുകാൻ പറ്റും. അത് നമുക്ക് തൽക്കാലത്തേക്ക് അൺലോക്ക് ചെയ്യണോ അതോ ഇത് വേണോ? ഷോ ഡീറ്റെയിൽസ്. തൽക്കാലത്തേക്ക് നമുക്കിപ്പോൾ ഡീറ്റെയിൽസ് അൺലോക്ക് ചെയ്യാം. അതാണിപ്പോൾ മെയിനായിട്ടുള്ള സംഭവം. ഓക്കെ, ഇനി കാറിൽ മേൽ അയക്കുകയാണെങ്കിൽ ഡീറ്റെയിൽസ് കാണാൻ പറ്റുമോ? ഓക്കെ, ഞാൻ കാർബൺ നോക്കട്ടെ. ഡീറ്റെയിൽസ് ഇവിടെ
അപ്പോൾ ഞാൻ സെയിലിട്ടിക്കാമല്ലോ, അപ്പോൾ കാണാൻ പറ്റില്ല. ഓക്കെ, എന്തായാലും നമുക്ക് ഫാസ്റ്റായിട്ട് തുറക്കേണ്ടി വരും. നമുക്കില്ലേ ഇത് കഴുകണമെങ്കിൽ നമുക്ക് സ്കിൽ പോയിൻ്റ് കിട്ടും. നമുക്ക് വേഗം ഇത് കുറേ നേരത്തെ കഴുകേണ്ടി വരും. ഓക്കെ, യു ഹാവ് അൺപെയ്ഡ് ബിൽസ് എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഓഫീസ് ഓപ്പൺ ആക്കാം. ഓക്കെ, ഓഫീസ് എന്താ ഓപ്പൺ ആവട്ടെ. ഞാൻ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് കുറേ ആയി. കമ്പ്യൂട്ടർ ആൻഡ് ബില്ലുകളുണ്ട് എന്നാണല്ലോ പറയുന്നത്. ഇതല്ല, ഇത് ഡെക്കറേഷൻ, ഇതുമല്ല. ഇതെന്താ? ഓക്കെ, പിന്നെ എന്താ ഉള്ളത്? ഓക്കെ, വെബ് പേജ് പോയി നോക്കട്ടെ. ബാങ്ക് ബിൽസ്. ഓക്കെ, നമുക്ക് ബില്ല് അടയ്ക്കാനുണ്ട്. എൻ്റെ അടുത്ത് ഇപ്പോൾ പൈസ ഇല്ല. അതെന്താണെന്ന് നോക്കി മനസ്സിലായി. ഇങ്ങനൊരു സാധനം ഉണ്ട് ഇവിടെ. അതിപ്പോഴാട്ടെ കടന്ന്. ഓക്കെ, ഓഫീസ് ഓപ്പൺ ആണ്. യു ഹാവ് അൺപെയ്ഡ്. എനിക്ക് ബില്ലടക്കിയപ്പോൾ ഒന്നും പൈസ ഇല്ല. എന്തായാലും കസ്റ്റമേഴ്സ് വരട്ടെ. നല്ല കസ്റ്റമേഴ്സ് വന്നാൽ മതിയായിരുന്നു. നമുക്ക് ഈ വണ്ടി ഒന്ന് വിൽക്കണം, അതാണ് മെയിൻ. എന്നാൽ നമുക്ക് പൈസ കിട്ടും. എന്നാൽ ബില്ലെങ്കിലും അടക്കിയത്. ബസ് ടിക്കറ്റിന് പോലും എൻ്റെ അടുത്ത് ഇപ്പോൾ പൈസ ഇല്ല. ബസ് ടിക്കറ്റിന് $20 എൻ്റെ അടുത്ത് ആപ്പാടെ. ഓക്കെ, കസ്റ്റമറിൻ്റെ ഓഫീസിൽ നിന്ന് കാണിക്കണ്ടല്ലോ. ഓക്കെ സാർ എവിടെ സാർ? കസ്റ്റമർ ഓക്കെ, നമ്മുടെ BMW വാങ്ങാനായിട്ട് കസ്റ്റമർ. ഓക്കെ, എന്താണ് എത്ര $? പറയുന്നത്? ആൻഡ് ഇവർ പറയുന്നത് 15,000 10,000 ആണെന്നാണ് പറയുന്നത്. ബാർഗൻ ഇട്ട് 12,000 നോക്കാം. ഓക്കെ, 12,000 ഓഫർ. ഓക്കെ, പറ്റുണ്ടോ? ഓക്കെ, എന്നാൽ നമുക്ക് ഒരു 11,000 നോക്കാം. നമുക്ക് എന്തായാലും ഒരിത് വേണം. ഓക്കെ, അതിൽ സമ്മതിക്കുമോ? ഓക്കെ, അയാൾ സാറ്റിസ്ഫൈ ആയി. നമ്മുടെ അടുത്ത് ഇപ്പോൾ 11,000 കിട്ടി. വാ, ഓക്കെ, നമ്മുടെ പുതിയ വണ്ടി വാങ്ങാനും ആൾക്കാർ വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ ഇട്ടിരിക്കുന്നത് ഡാമേജ് ഒക്കെ കുറവാണ്. ഞാൻ 35,000 നമ്മൾ പറഞ്ഞത്. എത്ര തരുന്നത്? അതാണ്. ഓക്കെ, കറണ്ട് പ്രൈസ് ഹൈൽ പ്രൈസ്. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ കാർ വിത്ത് എ ഹൈ പെർഫോം. ഓക്കെ, 35,000 തന്നെയാണോ? ഓക്കെ, നമുക്കൊന്ന് 36,000 നോക്കട്ടെ. ഓക്കെ, 36,000. ഓക്കെ, നമുക്ക് ഓഫർ ആക്കാം. ഓക്കെ, ഐ ആം തിങ്കിങ്. ഓക്കെ, 35,000 അയാൾ തരാമെന്നല്ലേ പറഞ്ഞു. എന്നാൽ 35,000 തന്നെ മതിയാവുന്ന. ഓക്കെ, അതന്നെ മതി. ഓക്കെ, അത് മതി. ഓക്കെ, നമുക്ക് $46,000 കിട്ടി. ഈ ചേച്ചിമാരുണ്ടായിരുന്നാ? അയ്യോ, അവന്മാർ ഇതിനേക്കാളും വലിയ പൈസ തരുമായിരുന്നു. ശരി, ഓക്കെ, നമുക്കിനി ബില്ലടക്കണം, അല്ലെങ്കിൽ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, ബിൽസ് നമുക്ക് പേ ചെയ്യാം. നമ്മളിപ്പോൾ ഏതാണ്ട് റിച്ച് ആണ്ട് പോകും. ഓക്കെ, ഓക്കെ, നമ്മൾ പേ ചെയ്തു, ബില്ലൊക്കെ പേ ചെയ്തു. ആൻഡ് ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടി, നമുക്ക് വണ്ടി വാങ്ങണം. ആൻഡ് നമ്മുടെ ഓഫീസ് ഇപ്പോൾ ക്ലോസ് ആക്കി. ഓക്കെ, രാത്രി ആയപ്പോഴത്തേനും. ഓക്കെ, അപ്പോഴേക്കും രാത്രി. എപ്പോഴാണ് ബസ് ടിക്കറ്റിനുള്ള പൈസ കിട്ടിയത്? ഓക്കെ, എൻ്റെ അടുത്തിപ്പോൾ $44,000 ആണ് എൻ്റെ കണ്ടെയ്നർ. ഓക്കെ, എൻ്റെ അടുത്ത് പൈസ ഉണ്ടല്ലോ, പിന്നെന്താണ് എനിക്ക് പറ്റാത്തത്? ടിക്കറ്റ് പ്രൈസ് ഒക്കെ ഇനിയിപ്പോൾ പറ്റി. ഓക്കെ, ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോഴാണ് ഈ സ്പോഞ്ച് പിടിച്ചിക്കലടാ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഒടുവിൽ നമ്മൾ ഇതുവരെ ഉണ്ടാക്കി വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഇന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് നോക്കാം ഇന്ന് എത്ര $ആണ്. ഓക്കെ, നമുക്ക് ഇന്ന് കിട്ടിയത് $44,651 ആണ് നമുക്ക് ഇന്നുള്ളത്. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ആൻഡ് ഇനി നമുക്ക് വീഡിയോസൊക്കെ വെക്കാം. നമ്മൾ ഇതുവരെ എടുത്തതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഹൈ പ്രൈസ് ഇതാണ്, 44,000. നമുക്ക് ഇതിലും മുകളിലോട്ട് പോകണം ഗൈസ്. അപ്പം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റേ വീഡിയോ ഇട്ട് തരാം. ബൈ.